ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിൽ മിസ്റ്റർ നസീബ് എന്ന വ്യക്തിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ് ലവ് ബേഡ്സ് വളർത്തൽ. അപ്പോൾ നമുക്ക് ഇന്ന് ലവ് ബേഡ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആകാം. ഇദ്ദേഹമാണ് മിസ്റ്റർ നസീബ്. ഇദ്ദേഹത്തിൻ്റെ ഹോബിയാണ് ലവ് ബേഡ്സ് വളർത്തൽ. ഇദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിക്കുന്നതാണ്. ഇത് ഹാൻഡ് ഫീഡാണ് സംഭവം. ഹാൻഡ് ഫീഡ് അതായത് സാധാരണ ലവ് ബേഡ്സ് എല്ലാവരും ഇങ്ങനെ ഇണങ്ങുമെന്നാണ് ചോദിക്കും. ഇങ്ങനെ ലവ് ബേഡ്സ് കയ്യിലിരിക്കുമോ, അങ്ങനെ തുറക്കുമ്പോൾ തന്നെ പറന്നു എല്ലാവരും പറയണം, വീടാവില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയണം. ഇതിപ്പോൾ അത് പറഞ്ഞാൽ നമ്മ ചെറുപ്പത്തിൽ എടുത്ത് അതിൻ്റെ ഫുഡും കാര്യങ്ങളും നമ്മ തന്നെ നോക്കി ഫുഡ് ക്ലിയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മ തന്നെ നോക്കണം. ഹാൻഡ് ഫീഡ് നമ്മൾ എടുക്കണം. ഇപ്പം പിന്നെ ആറടത്തോളം പോയിക്കോളും, വേറെ വെച്ചാലും ആറടത്തോളം പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അവരിഷ്ടമുള്ളവരാണ് വീർപ്പിക്കോളും. ഇത് ചെറുപ്പത്തിലെ ഇടയ്ക്കെടുക്കാണ് പറഞ്ഞ പോലെ ഇതാകുമ്പോ 1000 രൂപ പീസിന് റേറ്റ് ഉണ്ട്. നമ്മ അതിന് അത്രയും പണിയുണ്ട്, നിസ്സാര പണിയല്ല, അത് ഇടയ്ക്കെടുക്കുക നല്ല പണിയാണ് അതിന്. അപ്പൊ 1000 രൂപ അതിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത് കൂടാണ്ട് നമ്മളിപ്പോ ഫുള്ള് ഒരു ബ്രീഡിംഗ് കേജ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മൊത്തം ഒരു 7 രൂപ ബഡ്ജറ്റില് ഒരു 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ ഹൈറ്റും 1 അടി വീതിയും ഇതിലുള്ള ഒരു കൂടും 3 പേര് ലവ് ബേഡ്സും അതിന്റെ ചട്ടി സാധനങ്ങളൊക്കെ കൂടി 7,000 രൂപ ആ റേഞ്ചിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് സ്റ്റാർട്ട് ചെയ്യണവർക്ക്, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണവർക്ക് ഇതിനെപ്പറ്റി എടുത്തില്ലെങ്കിലും അവർക്ക് അതുകൊണ്ട് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്യണമെന്നാണ്. ഈ ലവ് ബേഡ്സ് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ തന്നെ മുട്ട വിരിഞ്ഞുണ്ടായതാണ്. ഇത് അരളി എന്ന് പറയും സാധനത്തിന്. അരളി അതായത് 3 കളറായിരിക്കും. ഇപ്പൊ ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ബ്ലൂ. അല്ലെങ്കിൽ ബ്ലൂ ആണ്. 3 കളറായിരിക്കും. അതിനെ അരളി എന്നാണ് പറയുന്നത്. പിന്നെ ഇത് മെയിലാണോ ഫീമെയിലാണോ അതെങ്ങനെ അറിയാം? മെയിലാണ്. ഇത് ചുണ്ടിന്റെ നീല കളറാണ്. അതാണ് മെയിലിനെ ഫീമെയിൽ അറിയാം. ഇതിന് ഈ നീല കളർ വന്നത് മെയിലും വൈറ്റ് വന്നത് ഫീമെയിലും. ചെറുപ്പത്തിലെ മുതൽ നമ്മൾ ഇതിനെ ഇണക്കിയെടുക്കുന്ന ബേഡ്സിന് റേറ്റ് കൂടുതലാണ്. മറ്റേ നമ്മൾ കൂട്ടിലിടുന്ന ബേഡ്സിനെ അപേക്ഷിച്ച് ഇതിന് റേറ്റ് കൂടുതലാണ്. കാരണം ഇത് ഇണങ്ങിയതാണ്. മറ്റേത് കൂട് തുറക്കുമ്പോൾ തന്നെ പറന്നു പോകും. ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടിൽ നിന്ന് ഒരു കിളി പറന്നു പോയി. ഇപ്പൊ 3ാമത്തെ ഫസ്റ്റത്തെ 2 സെയിലായി. 3ാമത്തെ പുറത്തായിട്ടുണ്ട്. അടുത്ത ഒരാഴ്ച കൂടി ഇപ്പൊ സെയിലായിട്ടിരിക്കുകയാണ് സാധനം. അപ്പൊ 2 ദിവസമുള്ള ആൾ കൊണ്ടുപോകും. പിന്നെ ഇതോടൊപ്പം വേറെ എന്താണ് വളർത്തുന്നത്? പൂച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ? പൂച്ചയുണ്ട്. പിന്നെ ഫിഞ്ചസിന്റെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫിഞ്ചസിന്റെ വളർത്താൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പൂച്ചയെ കുറിച്ചുള്ള ഒരു വീഡിയോ, ഇദ്ദേഹത്തിന്റെ പൂച്ചയെ കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ലെൻസ് ആൻഡ് മീയിൽ
ഇട്ടിട്ടുണ്ട്. പൂച്ചുണ്ട്, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റേ കോക്ടെയിൽ ഉള്ള ഐറ്റംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിപ്പോ അതിന്റെ പണികൾ കൂടിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് നമ്മളിപ്പോ ഫുള്ള് ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് കൂടും ഒരു ഫുള്ള്, അതായത് ഒരു 1 മീറ്റർ നീളം 1 മീറ്റർ ഹൈറ്റും പിന്നെ 1 അടി വീതി ഉള്ള കൂടും. അതിനകത്ത് 3 ജോഡി ലവ് ബേർഡ്സ് ഉണ്ടാവും. ലവ് ബേർഡ്സും അതിന്റെ ചട്ടിയും തീറ്റ വെക്കാനുള്ള സെറ്റപ്പും എല്ലാം അടക്കം ഫുള്ള് സെറ്റായിട്ട് 7000 രൂപ റേഞ്ചിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല സെയിലുണ്ട് സംഭവം. തുടക്കക്കാർക്ക് ഇതിനെപ്പറ്റി വേറെ വലിയ എത്ര അടി കൂടുക എന്ത് സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോയി വെച്ചാൽ മാക്സിമം കൊണ്ടുപോയിക്കാൻ അവർക്ക് പക്കയായിരിക്കും. അതായത് വേറെ ചിലവരെ ഇപ്പോൾ കൂടൊക്കെ മേടിച്ചിട്ട് പോയിട്ട് എടുക്കുന്ന ലവ് ബേർഡ്സ് ചിലപ്പോൾ മോശം ലവ് ബേർഡ്സ് ആയിരിക്കും കുട്ടികൾ കുറേ വിഷയങ്ങളുണ്ട്. ഇതാകുമ്പോൾ അങ്ങനൊരു വിഷയമില്ല. നമ്മ തന്നെ നോക്കി ഫുഡ് നോക്കി ക്ലിയർ ചെയ്ത് മെഡിക്കലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. പക്ക പേര് നോക്കിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിന്റെ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം ഇതിനിപ്പോ തന്നെയാണ് മെയിൻ. ഹാൻഡ് ഫീഡ് ശരിക്കും ചിലവരുടെ ഞാൻ കാണുന്ന ജീവിതസായന്മാർ ചിലർ ഹാൻഡ് ഫീഡ് തന്നെ കൊടുത്തോണ്ടിരിക്കും. നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡിൽ നിന്ന് തെനയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നമ്മളിപ്പോ ഇല്ലെങ്കിലും തെന വെച്ച് കൊടുത്തിട്ട് കൂടുതൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിന്നോളൂ. വെള്ളം തെന വെച്ചെടുത്ത് തിന്നോളൂ. സാധാ വെള്ളം അത് ഡെയിലി മാറ്റി കൊടുക്കണം. വെള്ളം എന്തായാലും പറഞ്ഞു. വെള്ളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനം അസുഖം വരുന്നത്. പിന്നെ ഇതിന് കുളിക്കാനുള്ള അതിനെ തന്നെ വെള്ളം കുടിക്കാൻ പച്ച കുളത്തിൽ തന്നെ അതാ ഡെയിലി ആകുമ്പോൾ വെള്ളം മാറ്റി. പിന്നെ സാധാരണ വരുന്ന രോഗങ്ങൾ ഇപ്പൊ നമ്മൾ ആളുകൾ ഇത് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയിട്ട് ചിലർക്ക് അത് പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്ന് ചത്തുപോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന് അവർ എടുക്കേണ്ട മുൻകരുതലുകൾ എങ്ങനെയാണ് വല്ല മെഡിക്കൽ സംബന്ധമായി? ഇതിനിപ്പോ നമ്മൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കണ കിളി നല്ല കിളി ആയിരിക്കണം. അപ്പൊ കടയിൽ ചെന്ന് നമ്മൾ തൂങ്ങി പിടിച്ചിരിക്കുന്ന കിളിയൊന്നും എടുക്കരുത്. ഏറ്റവും ഇതിനെ നോക്കിയാൽ കണ്ണ് ഫുൾ ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതിനെ ഫുൾ ആക്റ്റീവായിട്ട് ഒരു കടയിൽ ചെന്നാൽ ചിലപ്പോൾ ഒരു കിളി ഉണ്ടാവുള്ളൂ. അതേപോലെ 10 ഓർമ്മ ചിലപ്പോൾ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. ആ ഓർമ്മത്തിന് എടുത്താൽ മതി. കടക്കാരെന്ത് പറഞ്ഞു നമ്മൾ വിചാരിക്കണം നമ്മുടെ പൈസ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ബ്രൈറ്റ് ആയിട്ട് ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുന്ന ഏതാണോ അതിനെടുക്കാം. അതിപ്പോ ഞാൻ കൂടുതൽ തിരഞ്ഞെടുക്കാൻ അങ്ങനെയുള്ളതിനാണ്. അതാകുമ്പോ രോഗങ്ങൾ കുറവായിരിക്കും. പിന്നെ പനിക്കൂർക്കയുടെ ഇല, തുളസി, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് നല്ലതാണ്. ഇപ്പൊ ഏകദേശം ഹാൻഡ് ഫീഡിനൊക്കെ ഏകദേശം എന്റെ അറിവിൽ ഒരു 6 മാസത്തിന് ശേഷം കൊടുക്കണതാണ് നല്ലത്. ഇതിന് ഏതാണ്ട് ഒരു തത്തയുടെ ഫേസ് കട്ട് ഉണ്ട്. അത് ശരിക്കും പുറമേന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉള്ളതല്ല. പുറമേന്ന് വന്ന് നമ്മളിവിടെ അതിഥിയായിട്ട് കൂടിയേക്കുന്ന സാധനമാണ് ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഹാൻഡ് ഫീഡ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഹാൻഡ് ഫീഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇണക്കി എടുക്കുന്നത്, അല്ലാതെ ഇണങ്ങി കിട്ടില്ല. അപ്പോൾ ഈ ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിന്റെ കൂട്ടിൽ നിന്ന് ഇതിന് എടുക്കുകയാണല്ലോ. അപ്പൊ അത് ഏത് പ്രായത്തിലാണ് എടുക്കുന്നത്? അതിന്റെ എത്രാമത്തെ ദിവസം അല്ലെങ്കിൽ മാസം അങ്ങനെ? അത് ഞാനിപ്പോ എടുക്കുന്നത് ഏകദേശം 1 മാസം മുട്ട വിരിഞ്ഞ് 1 മാസം അത്യാവശ്യം ഹെയർ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ടൈമിലാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം തള്ളയുടെ അത് കറക്റ്റ് ഫുഡായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന ഫുഡിനേലും പോഷകവും അത് അതിന്റെ രീതി അത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കറക്റ്റ് കൊടുക്കണമെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ 1 കൂടുതൽ കുഞ്ഞുങ്ങൾ ഒരു ചട്ടിയിൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ വിരിയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇടവിട്ട ദിവസമാണ്. 4 മുട്ട 5 മുട്ടയൊക്കെ ഒറ്റടിക്കിടും ലവ് ബേർഡ്സ്. ചിലര് ആ 4 മുട്ടയും വിരിയും, ചിലത് ഒരെണ്ണം വിരിയുള്ളൂ എന്ന് നോക്കി നമുക്ക് പിറ്റേ ദിവസം വിരിഞ്ഞിട്ടില്ല നമുക്ക് അറിയാൻ പറ്റും വിരിയൂല അതിൻ്റെത്. അങ്ങനെയുള്ള സാധനങ്ങളിൽ ഇതിപ്പോൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ദിവസങ്ങളിൽ മുട്ട വിരിഞ്ഞു വരും. അമ്മ ഈ ഒരാഴ്ച 4 മുട്ട ഉള്ളെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ സാധനം ഈ പറഞ്ഞ 4 സാധനം വിരിയും. ഏകദേശം 1 മാസത്തോളം ടൈമാണ് ഇത് വിരിഞ്ഞ് വരുന്നതിനുള്ള ടൈമിന്. ചൂടും കാര്യം കറക്റ്റായി ഏകദേശം 1 മാസത്തിനുള്ളിൽ എന്തായാലും ആവും. അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ ഈ 3 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നോക്കാം. ആ സ്റ്റക്ക് എടുത്ത് നോക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് നോക്കാം എത്ര കുഞ്ഞുങ്ങൾ എടുത്ത് നോക്കാം. 1-ൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ റിസ്ക് ഇല്ല, കടയിൽ നിന്ന് മേടിക്കാൻ റിസ്ക്. അത് ഒരു പാത്രത്തിൽ നനച്ച് വെള്ളത്തിൽ നനച്ച് തൊടുമ്പോൾ ഈ പഞ്ഞി പോലെ ആവും. ആ രീതിയിൽ വെച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തള്ളക്ക് മറ്റേ തെന കടിച്ച് അത് പൊടിയാക്കി അത് കുറുക്ക് പോലെ ആക്കിയിട്ടാണ് കൊണ്ട് വെച്ച് കൊടുക്കുന്നത്. അത് കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും മൂത്ത ആളാരാണോ അത് അയാൾ കൂടെ വെച്ചിരിക്കും. ബാക്കിയുള്ളത് കിട്ടില്ല, വിശപ്പും മാറില്ല. ഈ റിസ്ക് ഇതാകുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കൂടുതൽ പണിയെടുക്കേണ്ട, നേരെ കൊത്തിക്കൂട്ടി തലക്കീരി കൊടുത്തുപോയി എന്ന്. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും കിട്ടും, വിശപ്പും മാറും. പിന്നെ ബാക്കിയുള്ള സമയത്ത് ഈ സാധനം തെന പോയി തിന്ന് പതുക്കെ കടിച്ച് റെഡിയാക്കി മെയിലും ഫീമെയിലും കൂടി 2 പേരും കൂടി ക്ലിയർ ആയിട്ടാണ് കൊടുക്കുന്നത്.
കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. നമുക്ക് കൂടുതൽ വലിയ കാണിച്ചു തരാം, എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ ഫുള്ളായിട്ടുള്ള എൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എടുക്കാൻ പോകും. പിന്നുള്ളത് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച പ്രായം കഴിയുമ്പോൾ ആ ചട്ടി എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, ഈ ഇതിൻ്റെ വേസ്റ്റും കാഷ്ടമൊക്കെ അതിനകത്ത് കിടപ്പുണ്ടാവും. അത് എടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും കുഞ്ഞുങ്ങൾ അതിനകത്ത് വെച്ച് കയറ്റി വെച്ചിട്ട് തിരിച്ച് തള്ളാങ്കത്ത് കയറിക്കോളും. അപ്പോൾ ഇരുന്നിടത്ത് തന്നെ വെക്കണമെന്ന് പോകും. ചട്ടി ഏത് ഭാഗത്തുനിന്ന് ഇരുന്ന് അവിടെ തന്നെ വെക്കണമെന്ന് പോകും. അപ്പോൾ അവിടെ തന്നെ ചട്ടി വീണ്ടും കുഞ്ഞുങ്ങൾക്ക് തീറ്റയും കൊടുക്കും. അതിന് വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് പക്കയായിരിക്കും. ഈ വേസ്റ്റിൽ നിന്നുള്ള അണുക്കൾ കാര്യങ്ങളൊന്നും കയറില്ല. നമുക്കും പിന്നെ എടുക്കാൻ നേരത്ത് മൊത്തം അടിയിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് ഹെയർ വരുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് വരും. ഇതിൻ്റെ നല്ല തിളപ്പമായിരിക്കും. കൂടാതെ ഇപ്പൊ വലിയ കിളികൾ വേറെ കൂട്ടിലുണ്ടല്ലേ? ഇതിന്റെ തന്നെ ഇപ്പൊ മെയിലും ഫീമെയിലും അത്യാവശ്യം നമ്മ ബ്രീഡായി കിടപ്പുണ്ട്. അങ്ങനെയുണ്ട്. അടുത്തേക്ക് സെയിലിനുള്ള വകുപ്പില് അടുത്തേക്ക് ആയിട്ടുണ്ട്. ഒരെണ്ണത്തിലും മുട്ടിട്ട് ഇരിപ്പുണ്ട്, 2 മുട്ടിട്ട് ഇരിപ്പുണ്ട്. മറ്റേതില് 3 കുഞ്ഞുങ്ങൾ ഇപ്പൊ റെഡിയായിട്ട് ആ ചട്ടിയിലുണ്ട്. ഞാനിപ്പോ മിനിയാന്ന് എടുത്താണ്, അപ്പൊ എടുത്ത് നോക്കാൻ പറ്റില്ല. എടുത്ത് ഇതാക്കാൻ പറ്റില്ല. ചട്ടിന്ന് തൊടാനും പാടില്ല. ഹെയർ വന്നതിന് മുമ്പ് കുഞ്ഞിനെ തൊടാനും പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം തള്ള അതിനെ കൊതിപ്പിറക്കി നമ്മൾ ഈ പൂച്ച നാക്കി ഇതാക്കി കാണും. നമ്മൾ കുഞ്ഞിനെടുത്ത് തന്നെ പൂച്ച ഫുള്ള് കയറി. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്തിരിക്കുന്ന കൂട്ടിലെ കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടാം. പരിചയപ്പെടുത്തേ. ഇതിൻ്റെ അകത്ത് മുട്ടിട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതാണേലും മുട്ടയിട്ട് കയറിയിരിക്കുന്നു. അതിൻ്റെ അകത്തും മുട്ടയിട്ടുണ്ട്. അതിൻ്റെ അകത്തിപ്പോൾ നമുക്ക് കൊടുത്തേക്കുന്ന സാധനം കണമനാക്കുന്ന സാധനം. സംഭവം കണമനാക്കെന്ന് പറഞ്ഞ സാധനം, കടൽനാക്ക് കണമനാക്ക് എന്നൊക്കെ പറഞ്ഞ സാധനമാണത്. അത് കാൽസ്യത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ ഒരു ഇഷ്ടികയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അമ്മമാർക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതും കുത്തി തിന്നണ ഞാൻ കാണാറുണ്ട്. പിന്നെ മറ്റേത് റസ്ക് കുഞ്ഞുള്ള കാരണം 3 കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി റസ്ക് കൊടുത്തേക്കാം, വെള്ളത്തിനകത്ത് കൊടുത്തേക്കാണ്. വെള്ളം തെന ഇങ്ങനെയുള്ള തെനയുടെ പാത്രത്തിലാണ് നമ്മൾ മറ്റേ ഞാൻ പറഞ്ഞത് കൊടുക്കണമെങ്കിൽ കൊടുക്കണം. ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഫില്ല് ചെയ്യുക, ആ ചെയ്യുമ്പോൾ പിന്നെ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ തിരിഞ്ഞ് നോക്കണ്ട ഫുഡിൻ്റെ കാര്യത്തിൽ. കറക്റ്റ് തന്നെ കൊടുത്തി തിരിഞ്ഞനുസരിച്ച് വേസ്റ്റ് മാത്രം കൊടുക്കും. മറ്റേതെന്ന് പറഞ്ഞെടുക്കും. മറ്റേന്ന് പറഞ്ഞാൽ വെറുതെ മാറിക്കളയും. ഇതിൻ്റെ അകത്ത് 4 മെയിലും 8 ഫീമെയിലുമാണ് കിടക്കുക. ഈ ചട്ടി വെക്കണ കാര്യത്തിൽ നമ്മളിപ്പോൾ എത്ര ഫീമെയിലാണോ അതിലും ഒരു ചട്ടി കൂടുതൽ വെക്കണം. കാരണം ചെറുമാർ ഓരോന്നിൽ കയറിറങ്ങി നോക്കും. കയറിറങ്ങി നോക്കിയിട്ട് അതിനകത്ത് മുട്ടയോടെ വിടാൻ പറ്റിയത് അതിന് സാഹചര്യം മാത്രം കയറില്ല. പിന്നെ മാക്സിമം സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കണം. ആണെങ്കിൽ ഇതേപോലെ അല്ല ഇപ്പോൾ എല്ലാ വിധപ്പെട്ട എല്ലാം കുട്ടിക്കലിരിക്കും കാണാൻ പറ്റും. നോക്കിയാൽ അറിയാൻ പറ്റും. ഫുള്ള് ഏകദേശം എല്ലാം കൂടുതലും വെളിക്കലിരിക്കും. മെയിലും ഫീമെയിലും എല്ലാം കൂടുന്ന വെളി തന്നെയുണ്ട്. ആ മെയിലിരിക്കാൻ്റെ ഉള്ളിൽ ഫീമെയിൽ ഉണ്ട് എല്ലാത്തിൻ്റെ. അത് മുട്ടയിടാൻ അതിന് കാവലിരിക്കാനിരിക്കുകയാണ്. ഫുഡ് കാര്യങ്ങൾ കൊടുക്കാൻ എത്തിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് മെയിൽ കയറിയിരിക്കുന്നത്. ഫീമെയിൽ ഉള്ളിൽ കുഞ്ഞുള്ള ഫീമെയിലുകളും പുറത്തിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഉള്ള കൂടാണ് ഞാൻ ഈ ഒരു കൂടാണ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ. ഇതോടെ വലിപ്പത്തിൽ 1 മീറ്റർ ലെങ്ത്തും ഹൈറ്റും പിന്നെ 1 അടി വീതി 7,000 രൂപ. 3 ജോഡി കൂടിയും അതിൻ്റെ ചട്ടിയും സാധനം കൂടി 3 ജോഡിയില്ല 3 ജോഡി. അതായത് 6 പീസ് 3 ആണും 3 പെണ്ണും. പിന്നെ അതിൻ്റെ 4 ചട്ടി അതിൻ്റെ സാധനം കൂടി 7,000 രൂപ. അപ്പോൾ നമുക്കിപ്പോൾ ഫീഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞിനെ കാണാൻ പറ്റും. കാണിച്ചു തരാം. ഇപ്പോൾ സമ്മതിക്കൂല, 3 കുഞ്ഞുങ്ങളല്ലേ സമ്മതിക്കൂല. എന്നാലും മാക്സിമം പറന്നു പോകാൻ നോക്കട്ടെ. പറന്നു പോകരുതേ. ബാക്കിലേക്ക് വെച്ച് ഇച്ചിരി ബാക്കിലേക്ക് വെച്ച് ഫോക്കസ് ആവുന്നുണ്ടോ? ഉണ്ടോ?
വേണ്ടിയിട്ട് അതുപോലെ കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കൂട് മാത്രം കൂടും അത് ഫുള്ള് സെറ്റ് ഉണ്ട്. ഇപ്പൊ അതിനുവേണ്ടി ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കാലങ്ങളിൽ മേടിക്കാനുണ്ട്. പെയിന്റിംഗ് പണി കുറച്ച് കൂട് മാത്രമായിട്ട് കൊടുക്കും. മാത്രമേ കൊടുക്കും. 5000 രൂപ കൂട് മാത്രമായിട്ട് കൊടുക്കും. ശരി. പിന്നെ ലവ് ബേർഡ്സ് 3 ജോഡി വെക്കുമ്പോൾ 7000. അതിന്റെ ചട്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പെയിന്റിംഗ് കൂടി പറഞ്ഞാൽ